ഹായ് ഗൈസ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സജ്ജാദ് സയ്യിദ്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം ഞാൻ എന്തുകൊണ്ടാണ് റോഡ് ഭാഗത്ത് നിൽക്കുന്നത്. റോഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ബാലരാമപുരം ജംഗ്ഷനിൽ ഒരു KSRTC ബസ്സും ഒരു ലോറിയും തമ്മിൽ ഉരസുകയുണ്ടായി. ആ കാര്യം പറയുന്നതിലേക്ക് വേണ്ടിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് പോകുന്ന ഒരു KSRTC ബസ്സും അതിന്റെ തൊട്ടുപുറകെ വന്ന ഒരു ലോറിയും തമ്മിൽ ചെറുതായിട്ടൊന്ന് ഉരസുകയുണ്ടായി. ഈ ഉരസുന്ന സമയത്ത് KSRTC ബസ്സിന്റെ സൈഡ് മിറർ പൂർണ്ണമായിട്ട് നശിച്ചു. നല്ല സൗണ്ടാണ് അവിടെ ഉണ്ടായത്. നാട്ടുകാർ വന്നുകൂടി ബസ്സിലുള്ളവരൊക്കെ ഇറങ്ങി എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. പക്ഷേ ലോറി ഡ്രൈവർ ഇറങ്ങി വന്ന് KSRTC ഡ്രൈവറിനോട് എന്തോ സംസാരിച്ചു. ആ സംസാരിച്ച എന്താണെന്നും അവിടെ നടന്നത് എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ കാണാം. ലോറി ഡ്രൈവർ വണ്ടി ഒതുക്കിയതിന് ശേഷം നേരെ KSRTC ഡ്രൈവറിൻ്റെ അടുത്തേക്ക് വരികയാണ്. വന്ന് പുള്ളിയോട് എന്തോ ചോദിച്ചു. ആ ചോദിക്കുന്നതാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിയായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന വേറെ ഒന്നുമല്ല. അതായത് തൻ്റെ മിറർ അതിലേക്ക് മാറ്റി വെച്ച് തരട്ടെ എന്നാണ് ചോദിച്ചത്. അത് കറക്റ്റായിട്ട് KSRTC ഡ്രൈവർ സമ്മതിക്കുകയും ചെയ്തു. പുള്ളി അങ്ങനെയാണ് നേരെ ചെന്ന് തൻ്റെ ലോറിയുടെ മിററിനെ ഊരിയെടുത്ത് KSRTC ബസ്സിൻ്റെ മിറർ ഭാഗം ഇളക്കി മാറ്റിയതിന് ശേഷം അതിലേക്ക് ഫിറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ലോറി ഡ്രൈവർ ബസ് ഡ്രൈവറിനോട് ചോദിച്ചത് തൻ്റെ ലോറിയിലെ ആ മിറർ ഇളക്കി ബസ്സിൽ ഘടിപ്പിച്ചു തരട്ടെ എന്നാണ് ചോദിച്ചത്. അത് ബസ് ഡ്രൈവർ കറക്റ്റായിട്ട് അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ ഒരു നല്ലൊരു കാര്യമാണ് അവിടെ നടന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ KSRTC സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാണ്, കുറ്റപ്പെടുത്തുന്നതല്ല, ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഡ്രൈവർ ഉടനെ ചവിട്ടി നിർത്തും, കണ്ടക്ടർ ആൾക്കാരെ ഇറക്കും, മറ്റൊരു ബസ്സിലേക്ക് കയറ്റി വിടുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ അതല്ല സംഭവിച്ചത്. എന്തായാലും ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ പങ്കുവയ്ക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.